ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളെല്ലാം വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഏകദേശമായി. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എന്ന് പറഞ്ഞാൽ നാളെ ഉണ്ടാവുമോ, അടുത്ത വർഷം ഉണ്ടാവുമോ, ഒന്നും ഞാൻ പറയുന്നില്ല. ദൃഷ്ടാന്തമാണ് ഈ പറഞ്ഞത്. ഇതെന്തായാലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു അടയാളം പറഞ്ഞാൽ, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോ, നെറ്റിലൊക്കെ ഒന്ന് പരതി നോക്കിക്കോ. റമദാനിൻ്റെ ആദ്യത്തെ ദിവസം എന്തുണ്ടാകും? ചന്ദ്രഗ്രഹണം. അതേ റമദാനിൻ്റെ തന്നെ, പിറ്റത്തെ അല്ല, അതേ റമദാനിൻ്റെ 15-ന് തന്നെ എന്തുണ്ടാവും? സൂര്യഗ്രഹണം ഉണ്ടാവും. ഇത് കഴിഞ്ഞാൽ ആര് വരും? ഇമാം മഹ്ദി വരുമെന്നാണ്. ഇമാം മഹ്ദി വരുമെന്ന് പറഞ്ഞാൽ ഇമാം മഹ്ദി ജനിച്ചു വീഴല്ല. ഞാൻ മുമ്പ് പള്ളിയിൽ നമ്മൾ അത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ആഴ്ചകളോളം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം മഹ്ദിക്ക് എത്ര വയസ്സായിരിക്കുമെന്ന്? 40 വയസ്സായിരിക്കും. അപ്പം എന്ന് പറഞ്ഞാൽ ഇമാം മഹ്ദി റളിയല്ലാഹുവിന് ജനിച്ചിട്ടുണ്ടാകുമെന്നർത്ഥം. നേരത്തെ ജനിച്ചിട്ടുണ്ട്. 40 വയസ്സായി അദ്ദേഹം ഇമാം മഹ്ദിയാണെന്ന് കാബയുടെ പരിസരത്ത് വെച്ച് പ്രഖ്യാപിക്കുന്ന സമയമാണ് ഇത്. ശരിക്കും ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഞാൻ ഈ അടുത്തൊരു സഹോദരൻ എന്നെ ഒരു പേപ്പർ കാണിച്ചു. അതിൽപ്പെട്ടതാണ് 2029 27 2027 റമദാനിലാകും ഇത് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് പറയുന്നുണ്ട്. സാധാ ഇത് ശരിയാണോ എന്നോട് ശ്രദ്ധിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാനിത് പരതുമ്പോൾ നോക്കുമ്പോൾ 2029 ഉണ്ടാവുമോ 27 ഉണ്ടാവും അതെനിക്കറിയില്ല. എന്തായാലും സംഭവം അങ്ങനെ ഉണ്ടാവുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് സഹീഹാണ്, ആർക്കും തള്ളാൻ പറ്റൂല. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്തായാലും അത് അന്വേഷിക്കുക. അത് അന്വേഷണത്തിന് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് കരുനാഗപ്പള്ളിക്കാർ. നിങ്ങൾ ഇന്ന് തന്നെ എന്ത് ചെയ്യോ? നെറ്റിൽ പരതിക്കോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആരെങ്കിലും ശാസ്ത്രജ്ഞന്മാരാരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചോളി. അങ്ങനെയാണെങ്കിൽ ഒരുങ്ങി റെഡിയാകാം. ഇപ്പോഴേ ഏകദേശം തീരുമാനമായിട്ടുണ്ടെന്ന് അർത്ഥം. ഇമാം മഹ്ദി വന്നാൽ പിന്നെ തൊട്ടുപിറകെ ആര് വരും? ദജ്ജാൽ വരും, യജൂജ് മജൂജ് വരും, ഈസാ നബി ഇറങ്ങും. അങ്ങനെയാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ഏകദേശം തീരുമാനമാവും. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ രീതിയിലുള്ള തെറ്റുകുറ്റങ്ങൾ വല്ലാതെ അധികരിച്ചു പോകുമേ. എന്നാൽ ഇതെല്ലാം കടന്നു വരുന്നതിന് മുമ്പ് ഈ തെറ്റുകുറ്റങ്ങളെല്ലാം അധികരിച്ചു കൊണ്ടങ്ങനെ പോകുമ്പോഴാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ടതാകുന്ന ഇമാമികൾ രേഖപ്പെടുത്തുകയാണ്. ഇബ്നു ഹദറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, ലി മഹ്ദിയത്തിന ആയതാൻ. ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്നതിന് മുമ്പ് 2 വലിയ ദൃഷ്ടാന്തങ്ങളുണ്ടത്രേ. ലം യകൂനാ മുൻദു ഖലഖല്ലാഹു സ്സമാവാതി വൽ അർള്. കരുനാഗപ്പള്ളിയിലുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, പഠിച്ചു വെക്കണേ. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷം ഇന്ന് വരെ ആ 2 ദൃഷ്ടാന്തങ്ങൾ വന്നിട്ടില്ലത്രേ. ആ 2 ദൃഷ്ടാന്തം വരാൻ പോവാൻ. എപ്പോഴാണ് വരുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചോളി. സമയം പറയുന്നില്ല, നെറ്റിൽ നോക്കിക്കോ. ലം യകൂനാ മുൻദു ഖലഖല്ലാഹു സ്സമാവാതി വൽ അർള്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 ദൃഷ്ടാന്തങ്ങളെ ഇന്ന് വരെ വന്നിട്ടില്ല, ഇന്ന് വരെ വരുത്തിച്ചിട്ടില്ല. ഏതൊക്കെയാണ് ആ 2 ദൃഷ്ടാന്തങ്ങൾ? ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യൻകസിഫുൽ ഖമറു ഫി അവ്വലി ലൈലത്തിൻ മിൻ റമളാൻ. റമളാനിന്റെ ആദ്യത്തേതാകുന്ന രാത്രിയിൽ ചന്ദ്രഗ്രഹണമുണ്ടാകുമേ. ഒരു റമളാൻ കടന്നു വരും. ഇമാം മഹ്ദിക്ക് മുമ്പ് ഒരു റമളാൻ വരും. ആ റമളാനിന്റെ ആദ്യത്തേതാകുന്ന ദിവസത്തിൽ ചന്ദ്രഗ്രഹണമുണ്ടാകുമേ. വതൻകശിഫു ശംസു ഫിന്നസ്വി മിൻഹു. ആ റമളാനിന്റെ 15ന്റെ അന്ന് തന്നെ സൂര്യഗ്രഹണവും ഉണ്ടാകുമേ. ലം യകൂനാ മുൻദു ഖലഖല്ലാഹു അസ്സമാവാതി വൽ അർള്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് മുതൽക്ക് ഇന്ന് വരെ ഈ 2 ദൃഷ്ടാന്തം ഉണ്ടായിട്ടേ ഇല്ല. സുബ്ഹാനല്ലാഹ്. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്നതിന് മുമ്പ്, അതിന് തൊട്ട് മുമ്പുള്ള റമളാനിൻ്റെ ആദ്യത്തെ ദിവസം എന്തുണ്ടാവും? നജീർ
ചന്ദ്രഗ്രഹണം ഉണ്ടാവും ആദ്യത്തെ രാത്രി. റമദാൻ 15-ൻ്റെ അന്ന് എന്തുണ്ടാകും? സൂര്യഗ്രഹണം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഉടനെ ആര് വരും? ഇമാം മഹദി റളിയല്ലാഹുവിന് വരുമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹുവിന് രേഖപ്പെടുത്താൻ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ സാലിഹീങ്ങളിൽ ചേർക്കട്ടെ.